തീർച്ചയായിട്ടും ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് പ്രതിരോധ മേഖലയ്ക്ക് കൂടി ഉൾപ്പെടുന്ന ഒരു കൺസെപ്റ്റാണ്. ഇപ്പം സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ട്. ആഗോളതലത്തിൽ ആയുധ വിൽപ്പനയെക്കുറിച്ചും ഒക്കെയുള്ളൊരു വിശദമായ പഠനങ്ങളാണ് അവർ നടത്തിയത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ തന്നെയാണ് ആയുധം ഇമ്പോർട്ട് ചെയ്യുന്നതിൽ മുമ്പിൽ നിൽക്കുന്ന രാജ്യം. പക്ഷേ ആയുധം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ആ ഇമ്പോർട്ട് എക്സ്പോർട്ട് റേഷ്യോയിലുണ്ടായിരിക്കുന്ന വ്യത്യാസം, കാരണം നമ്മൾ ഇമ്പോർട്ട് കൂടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എക്സ്പോർട്ട് അതിനേക്കാൾ വേഗതയിൽ നമ്മൾ കൂടുകയാണ് എന്നുള്ളതാണ്. കാരണം അതിൻ്റെ അർത്ഥം നമ്മൾ ആയുധങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു എന്നാണ്, ഇൻഡിജിനസ് ആയിട്ടുള്ള രീതിയിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നമുക്കറിയാം ഈ അടുത്ത യുദ്ധങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകളൊക്കെ ബ്രഹ്മോസ് ഉണ്ടായിരുന്നു, അഗ്നി മിസൈലുകൾ ഉണ്ടായിരുന്നു, പൃഥ്വി മിസൈലുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് INS വിക്രാന്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമാവധി നമ്മൾ എന്ത് ചെയ്യുന്നു, പരമാവധി ഇൻഡിജിനസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഇപ്പം ഡിഫൻസ് തന്നെ 5500ഓളം ഉൽപ്പന്നങ്ങൾ തന്നെ അവർ ഇൻഡിജിനസ് ആയിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കണം. ആ മേഖലയിൽ തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതേപോലെ തന്നെ നമുക്ക് സാങ്കേതികവിദ്യ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ അത്യന്താധുനികമായ ചിലപ്പോൾ നമുക്ക് ആ സാങ്കേതികവിദ്യ ആയിരിക്കാം, പക്ഷേ ആ സാങ്കേതികവിദ്യ കൊണ്ടുവന്നിട്ട് നമ്മൾ തദ്ദേശീയമായിട്ട് നമ്മളതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു വളരെ കാര്യമായൊരു പ്രക്രിയ തദ്ദേശീയമായിട്ട് നമ്മളതിനെ വളർത്തിയെടുക്കുന്നു. അതിൻ്റെ പിറകിലൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ട് അതിനകത്ത്. കാരണം നമ്മളെ പണം പുറത്തേക്ക് അധികം പോകുന്നില്ല, നമുക്ക് തദ്ദേശീയമായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ പുറത്ത് ഉള്ള, നേരത്തെ ആരോ സൂചിപ്പിച്ചു, അതായത് മറ്റൊരാളുടെ ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്, അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. നമ്മൾ തദ്ദേശീയമായിട്ട് വളർത്തിയെടുത്ത ഒരുപാട് സാങ്കേതികവിദ്യകൾ. അപ്പോൾ ഇന്നിപ്പം പ്രത്യേകിച്ച് ചൈനയുടെ വിശ്വാസ്യത വരെ നമ്മൾ കണ്ടതാണ്. കാരണം അമേരിക്കയുടെയും ചൈനയുടെയും പോർ വിമാനങ്ങളെയാണ് നമ്മൾ സിന്ദൂർ സമയത്ത്, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ വെടിവെച്ച് വീഴ്ത്തിയത്. കാരണം അമേരിക്ക നേരിട്ട് അതൊരു ആയുധ വ്യാപാരത്തിലൂടെ വാങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ ചൈനയുടെയും ആയുധ വ്യാപാരത്തിലൂടെ വാങ്ങിയതായിരിക്കാം. അതേപോലെ തന്നെ പിന്നെ തുർക്കിയുടെയൊക്കെ ഉൾപ്പെടെയുള്ള അനേകം ഡ്രോണുകളൊക്കെ നമ്മൾ തകർത്തു. കാരണം അതൊക്കെ നമ്മളൊരു സാങ്കേതിക മികവിൻ്റെ, യുദ്ധ മികവിൻ്റെ ഒരു ഘട്ടമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റൂ. അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ സർക്കാർ, കാരണം അതിൻ്റെ പിറകിലൊരു ആറ്റിറ്റ്യൂഡുണ്ട്, ഒരു സമീപനമുണ്ട്, ഒരു വിഷനുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മളെ പണം വെറുതെ ചിലവഴിക്കുന്നതിന് പകരം, കാരണം നമ്മൾ ഇപ്പം നേരത്തെ അതിനെ സൂചിപ്പിച്ചു, നമ്മുടെ ബഡ്ജറ്റിൽ ഏതാണ്ട് 3 ഇരട്ടിയാണ് നമ്മൾ 10 വർഷം കൊണ്ട് പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചത്. പക്ഷേ അവിടെയും പ്രതിരോധ മന്ത്രി പറഞ്ഞത് 75% ക്യാപിറ്റൽ ചെലവുകൾക്ക് വേണ്ടിയിട്ട് ആയുധങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ ചിലവഴിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആ ആയുധ മേഖലയിലെ അല്ലെങ്കിൽ ഡിഫൻസിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ട് നമ്മളവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളൊരു വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു ശ്രമം, ആ ശ്രമം കൊണ്ടാണ് നമുക്ക് മറ്റെല്ലാ മേഖലകളിൽ നമുക്ക് ഉയർന്നു വരാൻ പറ്റുന്നത്. ഇന്ന് നമുക്ക് അറിയാൻ പറ്റുമ്പോൾ പല രാജ്യങ്ങളും നേരത്തെ തന്നെ അഡ്വാൻസ്ഡ് ആയ രാജ്യം. ഇപ്പോൾ തന്നെ നമ്മളേറ്റവും രസകരമായൊരു അനുഭവം നമുക്ക് കാണാൻ പോകുന്നത്, ഇപ്പോൾ യുദ്ധം നടക്കുന്ന 2 രാജ്യങ്ങളും, ഒന്ന് ഇസ്രയേലും ഒന്ന് ഇറാനുമാണ്. അപ്പോൾ ഈ ഇസ്രയേലാണ് ഇറാന് എല്ലാ ആയുധങ്ങളൊക്കെ കൊടുത്തത്, ഇസ്രയേലാണ് ഇറാൻ്റെ പട്ടാളത്തെ ട്രെയിൻ ചെയ്തത്, ഇസ്രയേലാണ് പിന്നെ ഇറാനിലെ കൃഷിക്കുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തത്. അത് പക്ഷേ 1979 മുമ്പായിരുന്നു. റിസാ പഹ്ലവിയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ആയത്തുള്ള ഖൊമേനിയും അവരുടെ മതഭരണകൂടം വന്നതിന് ശേഷം ആണ് അവർ അകലുന്നത്. സത്യത്തിൽ അതുവരെ ഇറാനെ എല്ലാ രീതിയിലും പരിശീലിപ്പിച്ചിരുന്ന ആരായിരുന്നു? ഇസ്രയേലായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് സ്വാശ്രയമാക്കുകയാണ് നമ്മൾ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളത് പരമാവധി നേടിയെടുക്കുകയാണ് ചെയ്തത്. കാരണം ഇന്ന് നമ്മൾ സാങ്കേതികവിദ്യയിൽ അധികമൊന്നും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അത്രയും ഏറ്റവും നല്ല യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കിയെടുക്കാൻ അതെന്ന് പറയുന്നത് ഈ ആത്മനിർഭർ ഭാരതത്തിനാണ്. കാരണം എല്ലാ മേഖലയിലും സ്വയം നമ്മൾ പര്യാപ്തമാവുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പോളിസി, നമ്മുടെ പ്രധാനമന്ത്രിയുടെ പോളിസി. അത് എല്ലാ വകുപ്പുകളും സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഡിഫൻസ് മേഖലയിലും നമ്മൾ ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് വിജയകരമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തു. കാരണം വിജയകരം എന്ന് ഞാൻ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ അതിൻ്റെ നേട്ടം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.